അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ഞാൻ 2 ടൈപ്പ് ക്രീമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ പുരട്ടി കൊടുക്കാൻ പറ്റിയ അടിപൊളി ക്രീമാണ്. ഒന്ന് നമ്മുടെ ബട്ടർ ക്രീമാണ്, നമ്മുടെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്രോസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഉള്ളത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, പക്ഷേ അത് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് നിലക്കടല ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ രണ്ടും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിൽ ഉണ്ടാക്കാം. ഞാനിപ്പം ബട്ടർ ക്രീം ചെയ്തിട്ടുള്ളത് വനില ഫ്ലേവേർഡാണ്. പിന്നെ അതുപോലെ തന്നെ പീനട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഫ്ലേവറിലാണ്. നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആൽമണ്ടിൻ്റെ ഫ്ലേവർ ഇടാം. അതുപോലെ വനില വേണമെങ്കിൽ അങ്ങനെ പ്ലെയിനായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ആദ്യം ഞാനിപ്പം പീനട്ട് ബട്ടറാണ് ഉണ്ടാക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇതിപ്പം 200 ഗ്രാമിൻ്റെ നിലക്കടലയാണ്. തൊലിയൊന്നും ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ഒരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ എടുത്തൊരു കടലയാണിത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അല്ലെങ്കിൽ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവർ കിട്ടും. ആ ഒരു ബട്ടറോ അല്ലെങ്കിൽ നല്ല നെയ്യോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ നല്ല നെയ്യ് ഇട്ടിട്ടുണ്ട്, ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചിട്ട് കടലൻ്റെ കളറൊന്നും ചേഞ്ചായി പോകണ്ട. ഒരു എന്താ പറയുക, ഒരു ലൈറ്റായിട്ട് കളറ് മാറുമ്പം ആ ഒരു സ്മെല്ലൊക്കെ വരും. കടല ഒന്ന് വറുത്തെടുക്കുമ്പോഴുള്ള ആ ഒരു മണമൊക്കെ വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഇതൊരു 5-8 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ ഞാനിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കടല നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് അടിക്കുന്നത്. നമ്മുടെ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ജാറിലാണ് അടിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണെങ്കിൽ വലിയ ജാർ എടുക്കുക. ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ അടിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് നല്ലൊരു ക്രീമായിട്ട് വരും. പൗഡർ ആയാലും പോരാ, അതിനെയും വീണ്ടും അടിച്ചിട്ടൊരു ക്രീമായിട്ട് കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, എന്നാലും ക്രീമായിട്ടില്ല. ഇനി ഒന്നും കൂടി നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമായിട്ട് വരും. അപ്പോൾ ഇത് അടിച്ചിട്ട് ഇനി നന്നായിട്ട് കടലയിൽ നിന്ന് ആ എണ്ണ ഇറങ്ങുന്നത് വരെ നമുക്കൊന്നങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാനിപ്പം നന്നായിട്ട് അടിച്ചെടുത്തപ്പം നല്ലൊരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പം നല്ലൊരു ക്രീമായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ക്രീമായി കിട്ടും. ആ തരിതരിപ്പൊക്കെ ഒന്നങ്ങ് മാറിക്കിട്ടും. അതുവരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പം കടല നല്ലൊരു ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പം ചോക്ലേറ്റ് ഫ്ലേവർ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു 3 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കൊക്കോ പൗഡർ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പടിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പം കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 240 ml കപ്പിൽ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിപ്പം ഗ്രാന്യൂൾസാണ് ചേർത്തത്, അതായത് സാധാരണ നമ്മുടെ പഞ്ചസാര തന്നെയാണ് ചേർത്തത്. ഇതല്ലെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചത് ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ സാധാ പഞ്ചസാര ചേർക്കുമ്പം ഒന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സി ഒരുപാട് സമയം ഇട്ട് അങ്ങനെ കറക്കരുത്, ഭയങ്കര ചൂടായി പോകും. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. അപ്പോൾ മിക്സി കൂടുതൽ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം അടിച്ചെടുത്താൽ മതി. കാരണം അധികം ചൂടായി കഴിഞ്ഞാൽ മോട്ടർ പെട്ടെന്ന് അങ്ങ് കേടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം 100 ഗ്രാമിൻ്റെ ബട്ടറിൽ നിന്ന് ഒരു പകുതിയോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ബട്ടർ ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചത്, റൂം ടെമ്പറേച്ചറിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ച ബട്ടറാണ്. അപ്പോൾ നന്നായിട്ട് ഇതിപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഇതങ്ങനെ അങ്ങ് ക്രീമായി കിട്ടിയിട്ടില്ല. ഒന്നുകൂടെ അടിച്ചിട്ടൊന്ന് നല്ല ക്രീമായി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ചായിട്ട് വെച്ചിട്ട് അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് നന്നായി വടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇത് അടിച്ച് നല്ലൊരു ക്രീമാക്കി എടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആകുമ്പോഴാണ് ഇത് നല്ലൊരു ക്രീമായി കിട്ടാൻ. അപ്പോൾ അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ നിർത്തിയിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പം ഏകദേശം ഒരു ക്രീമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഓയിൽ തന്നെയാണ്, നമ്മളിവിടെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ തന്നെയാണ്. ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ പീനട്ട് ബട്ടർ നന്നായിട്ട് ക്രീമായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇതിപ്പം ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള പീനട്ട് ബട്ടറാണ്. നമുക്ക് ആ ഒരു ഫ്ലേവർ അല്ല വേണ്ടത്, വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കൊക്കോ പൗഡർ ഇടുന്നത് അങ്ങ് ഒഴിവാക്കിയിട്ട് ആൽമണ്ടിൻ്റെ ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ ആൽമണ്ടിൻ്റെ എസൻസോ അല്ലെങ്കിൽ ആൽമണ്ട് പൗഡറോ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെനില എസൻസ് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇനിയിപ്പം പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ മെത്തേഡിൽ തന്നെ കൊക്കോ പൗഡർ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ, റൊട്ടിയുടെ കൂടെയൊക്കെ പുരട്ടി കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പുരട്ടി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പീനട്ട് ബട്ടറാണിത്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക്, അതായത് ഇത് തടി കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പുരട്ടി തിന്നാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അടുത്തത് ബട്ടർ ക്രീമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതൊരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. കേക്കിനൊക്കെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ എടുക്കുന്നതാണ്. അപ്പം ഇതിപ്പം പൊടിച്ച പഞ്ചസാര ഒരു 1/2 കിലോളം ഉണ്ടാവും. നല്ല നെയ്യ്, അതായത് ഗീ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടറും ഡാൽഡയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കുറച്ച് വലിയ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അതുകൊണ്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഞാനിപ്പം അങ്ങനെ 2 ബോട്ടിലാണ് എടുത്തത്. അങ്ങനെ ഇപ്പം ടോട്ടൽ 200 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോൻ്റെ ഡാൽഡയാണിത്. ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, ഒരുപാട് വേണ്ട. ഒരു 250 ഗ്രാമോളം ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഗീയും ചേർത്ത് കൊടുക്കാം. ഗീ ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടൂല. അപ്പോൾ കുറച്ച് കുറച്ച് വെച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ഞാനിപ്പം 1/2 കിലോ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. നമ്മൾ പൊടിച്ചെടുക്കുമ്പം ഏറ്റവും നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പം നല്ല ക്രീമായിട്ട് കിട്ടും. തരിതരിപ്പ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ക്രീമായി കിട്ടൂല. ആ ഒരു എന്താ പറയുക, തരിതരിപ്പ് നമ്മുടെ ആ ഒരു ക്രീമിലും കാണും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ക്രീമായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ഉണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇപ്പം പീനട്ട് ബട്ടറിൽ ചേർത്ത പോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി കോഫി ആണെങ്കിൽ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഫ്ലേവർ വേണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാനങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്. പിള്ളേർക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടം. അന്ന് ശരിക്കും അറിയില്ല ഇത് കേക്കിന് വേണ്ടിയിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ എടുക്കാറുണ്ട് എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിലേ ഉമ്മ ഇതുണ്ടാക്കി വെക്കുന്ന കാണാം. നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ബിസ്ക്കറ്റൊക്കെ അങ്ങനെ ക്രീമാക്കിയിട്ടൊക്കെ അന്നേരം തിന്നാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇതിപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു കേക്കിന് വേണ്ടി ഫ്രോസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയതല്ല, വെറുതെ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇതേപോലെ തന്നെ കേക്കിന് വേണ്ടിയിട്ടും ഫ്രോസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ല പൗഡറായിട്ടുള്ള പഞ്ചസാര എടുക്കണം എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു തവണ ഉണ്ടാക്കിയപ്പം അങ്ങനെ അങ്ങ് ക്രീമായി കിട്ടിയിട്ടില്ല. പഞ്ചസാര നന്നായിട്ട് പൊടിയാത്തത് കൊണ്ടാണ്. ആ ഒരു തരിതരിപ്പ് നമ്മുടെ ക്രീമിലുണ്ട്. അപ്പം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഈ ബട്ടർ ക്രീം നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡബ്ബയിലിട്ടിട്ട് വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ അങ്ങനെ കേടാവൊന്നുമില്ല. കുറേ ദിവസം, ഏകദേശം ഒരു മാസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഫ്രോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ഫ്രോസ്റ്റ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ബട്ടർ ക്രീം എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ല ഒന്നാണിത്. ഈ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ പുരട്ടിയിട്ട് അല്ലെങ്കിൽ ബണ്ണിൻ്റെ കൂടെ പുരട്ടിയിട്ട് ഈവൻ ചപ്പാത്തീൻ്റെ കൂടെയും പുരട്ടി കൊടുക്കാം. അവർക്ക് ഈ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ജാമൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലതും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. കീപ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.